പറഞ്ഞ സ്തോത്രം. ആട്ടെ, ആ ഭാഗം അപ്പോൾ നമുക്ക് വിട്ടിട്ട് ഇനി അഭിഷേകം എന്നതിനെ കുറിച്ച് അല്പം ചില കാര്യം കൂടി വിശദീകരിച്ചു തരാം. ഈ അഭിഷേകം അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്കായതുകൊണ്ട് എന്താ ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചല്ലോ, ഒരു ശുശ്രൂഷയ്ക്കായുള്ള നിയോഗവും ശക്തീകരണവുമാണ് അഭിഷേകം. ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിശാചിന്റെ പ്രവർത്തനം പോലെ അല്ലെന്നുള്ളത് നമ്മൾ മറക്കല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഒരു സാദൃശ്യം, ഒരു താരതമ്യം ചെയ്ത് പറഞ്ഞോട്ടെ. പിശാച് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ടെന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ പറയാം. പിശാച് ചെയ്യുന്ന 3 കാര്യങ്ങൾ: പ്രിവെന്റിങ്, പ്രോംപ്റ്റിംഗ്, പൊസസിങ്. നമ്മൾ ദൈവഹിതപ്രകാരമുള്ള വഴിയെ പോകുമ്പോൾ പിശാച് നമ്മളെ തടയും. പൗലോസ് പറഞ്ഞല്ലോ, പല പ്രാവശ്യങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിച്ചെങ്കിലും സാത്താൻ ഞങ്ങളെ തടഞ്ഞു. പിശാച് തടയും. പ്രിവെന്റിങ്. 2, പ്രോംപ്റ്റിംഗ്. ദൈവഹിതപ്രകാരം അല്ലാത്ത ചിന്തകൾ നമ്മളിൽ കൊണ്ടുവരും. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ യൂദാ ഇസ്കരിയോത്താവിന് തോന്നിച്ചു. സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു, ജനത്തെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അതുകൊണ്ട് വരുന്ന ചിന്തയെല്ലാം ദൈവാത്മാവിലാണെന്ന് വിചാരിച്ചേക്കരുത്. മനസ്സിലായോ? ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവേദിയില്ല, നല്ല കാര്യം. യേശുവിന്റെ കൂടെ കാണുന്നു, കൂട്ടായ്മയിലൊക്കെ സ്ഥിരം സന്തോഷം, വേലയിൽ ആക്റ്റീവായിരിക്കാണ്. സമ്മതിച്ച് ബ്രദറെ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എന്നാ ചിന്ത വന്നാലും അത് ആത്മാവിനല്ല, അത് തെറ്റി. കർത്താവിന്റെ കൂടെ നടന്ന പത്രോസ്, കൂടെ നടന്ന ഏറ്റവും വലിയ വെളിപ്പാട് വിളിച്ചു പറഞ്ഞു. മത്തായി 16 നീ അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി, ബരിയോനാ ശീമോനെ, നീ ഈ വെളിപ്പാട് നിനക്ക് കിട്ടി. ഇച്ചിരി കഴിഞ്ഞപ്പം യേശു ക്രൂശിക്കപ്പെടാൻ പോകാതെ പറഞ്ഞപ്പോഴത്തേന് പത്രോസ് പിടിച്ചങ്ങോട്ട് മാറ്റി അവനെ ശാസിച്ചു തുടങ്ങി. നിനക്കങ്ങനെ ബാധിക്കരുത്. എന്താ ഈ പറയുന്നത്? പ്രായത്തിൽ പത്രോസ് യേശുവിനെ കളിച്ച മൂപ്പൻ. ആ പ്രായത്തിന്റെ ഗൗരവം അങ്ങോട്ട് പരിഗണിച്ചിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തി. യഹൂദന്മാരുടെ പ്രായത്തിന് വലിയ പ്രാധാന്യമായിരുന്നു. ഒരു ഗൗരവമായിട്ട് സംസാരിക്കുക. നിനക്കങ്ങനെ ഭവിക്കുക. എന്നാ ഈ പറയണേ? ഉള്ള വള്ളവും മലയെല്ലാം വിട്ട് നിന്റെ പറയാൻ നീ ഇപ്പൊ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, നിനക്ക് ഭവിക്കരുത്. യേശു ഉടനെ എന്താ പറഞ്ഞേ? സാത്താനെ, എന്നെ വിട്ടു പോ. അപ്പൊ അവനോട് സംസാരിച്ചത് ആരാ? യേശുവിന്റെ കൂടെ നടന്നയാള്, വെളിപ്പാട് പ്രാപിച്ച ആള്, സാക്ഷ്യം പ്രാപിച്ച ആള്. പക്ഷേ ഇപ്പൊ ആരുടെ വക്താവായി? സാത്താന്റെ വക്താവ്. അതുകൊണ്ട് എത്ര വിശുദ്ധനാന്ന് പറഞ്ഞാലും പിശാചിന്റെ സ്വാധീനത്തേക്ക് മീതെയല്ല, കീഴെയാ. അതാണ് ഈ മരുഭൂപ്രയാണം ഭയത്തോടെ കഴിക്കണം, സൂക്ഷ്മതയോടെ കഴിച്ചോണം. സ്തോത്രം. അതാണ് പ്രോംപ്റ്റിംഗ് ഉണ്ടാകാം. 3-ാമത്തത് പൊസസിങ്, ബാധിക്കും. ദൈവാത്മാവ് 3 കാര്യം ചെയ്യുന്നു ഇതിനോടുള്ള ബന്ധത്തിൽ മാത്രം. പ്രിവെന്റിങ്, പ്രോംപ്റ്റിംഗ്, പൊസസിങ്. ബാധിക്കുന്നു. പൊസഷനെ ബാധ. പിശാച് ബാധയില്ലേ? അറിയത്തില്ലേ? ബാധ. ഇച്ചിടെ കഴിയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും, വിശദീകരിക്കും. ഇനി ദൈവാത്മാവ് 3 കാര്യം ചെയ്യുന്നുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ മാത്രം. പ്രിവെന്റിങ്, ദൈവഹിതത്തിനനുസരിച്ച് അല്ലാതെ പോകുമ്പോൾ തടയും. ആസിൽ വചനം പ്രസംഗിക്കരുതെന്ന് ദൈവാത്മാവ് ഞങ്ങളെ തടഞ്ഞു, വിലക്കി. പ്രോംപ്റ്റിംഗ്, ദൈവഹിതപ്രകാരമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ തരും. രക്തം, ശ്വാസം വിട്ട് ചത്ത എന്നിവ എഴുതിയിരിക്കണമെന്നല്ലാതെ അധികമായതൊന്നും നിങ്ങൾ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. തോന്നലുകൾ തരും. പക്ഷെ അത് രണ്ടും പിശാച് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? 3-ാമത്തത് അവിടെ പ്രോസസിംഗ് ആണെങ്കിൽ ഇവിടെ അനോയിന്റിങ് ആണ്, അഭിഷേകം ചെയ്യുകയാണ്. അവിടെ ബാധിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? അഭിഷേകം. അപ്പൊ അഭിഷേകം എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാനാണ് ഇത് പറഞ്ഞു വരുന്നത്. ബാധിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങ് കേറുക. ദുരാത്മാവ്, അശുദ്ധാത്മാവ് ആളിനെ വിട്ടിറങ്ങി നടന്നേച്ച് എങ്ങും ഇരിക്കാൻ ഇറങ്ങിയിട്ടില്ല. കയറി കണ്ടപ്പോൾ ശകലം വൃത്തിയാടെ കിടക്കുക. പോയി താനിലും തൊട്ട് കയറി 7 എണ്ണത്തിനെ പിടിച്ചോണ്ട് അങ്ങ് കയറി പാർത്തു. കോളിംഗ് ബെൽ അടിക്കുന്നൊന്നുമില്ല. മുട്ടുകൾ വായിൽ തുറക്കുമ്പം കയറി ചെല്ലുകയൊന്നുമില്ല. അങ്ങ് കയറി ചെല്ലുക, ചവിട്ടി പൊളിച്ചങ്ങ് കയറുക. എന്നാൽ പരിശുദ്ധാത്മ എന്താ ചെയ്യുന്നറിയാമോ?
ഇതാ ഞാൻ യേശു ചെയ്യുന്ന പോലെ തന്നെ വാതിൽക്കൽ നിന്ന് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അകത്ത് വരും. ചവിട്ടി പൊളിച്ച് കയറി വരികയില്ല. ദൈവം നമുക്ക് ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. ഇച്ഛാശക്തിയെ കീഴ്പ്പെടുത്തുകയില്ല, ഞെരിച്ചു കളയുകയില്ല. ഏൽപ്പിക്കപ്പെട്ടെങ്കിലേ കർത്താവ് നമ്മൾ ഉപയോഗിക്കും. അതാ മുമ്പ് ഞാൻ പറഞ്ഞത്, അളവ് കൂടാതെ പ്രാപിക്കുന്ന നമ്മുടെ സമർപ്പണമാണ് അളവ് കൂടാതെ ചെയ്യേണ്ടത്. നാം സമർപ്പിക്കുന്നതിന്റെ അളവിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരളവും ഇല്ല. നാം പ്രാപിക്കുന്നത് നമ്മളുടെ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും പരിശുദ്ധാത്മാവ് ആരുടെ മേലും ബലാത്കാരം ചെയ്യുകയില്ല. ഇപ്പൊ ആരാണ്ട് പറയുന്നു പരിശുദ്ധാത്മാവ് മേക്കിട്ട് കയറുന്നു. മേക്കിട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയാറുണ്ടോ ആ വാക്ക്? മേക്കിട്ട് കയറുക, തോളെ കയറി അടിച്ച് തല്ലി പേരളി കാണിച്ച് ഊരിട്ടി പേരട്ടി. ദൈവം തന്റെ ശക്തി ഇങ്ങനെയാണോ കാണിക്കുന്നത്? ദൈവം ആരാ, നമ്മളാരാ? എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? അപ്പോൾ അഭിഷേകം ചെയ്യുന്നതിന്റെ വ്യത്യാസം പറയാം അല്പം കൂടി. നമ്മുടെ വ്യക്തിത്വത്തെ ആദരിക്കുന്നു, ഇച്ഛാശക്തിയെ ആദരിക്കുന്നു. ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഇച്ഛാശക്തി ഇല്ല. അഭിഷേകം ചെയ്താൽ ഇച്ഛാശക്തി അമർത്തപ്പെടുകയില്ല. അത് ഇച്ഛാശക്തി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ബാധിക്കപ്പെട്ടവനോട് നിന്റെ പേരെന്നാന്ന് ചോദിച്ചാൽ തോമസ് എന്നല്ല പറയുന്നത്, ലഗ്യോൻ എന്നായിരിക്കും. എന്നാൽ അഭിഷിക്തനായ പൗലോസ് പറയുന്നു പൗലോസ് എഴുതുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ ആരാണൊക്കെ ചോദിക്കുന്നു, എടാ മത്തായി എഴുതിയ സുവിശേഷം എങ്ങനെയാടാ ദൈവത്തിന്റെ വചനമാകുന്നതെന്ന്? ഇല്ലേ? മത്തായി പറയുന്നു മത്തായി എഴുതിയാന്ന്, ലൂക്കോസ് പറയുന്നു ലൂക്കോസ് എഴുതിയാന്ന്, പൗലോസ് പറയുന്നു ഞാൻ എഴുതിയതാണ്, നിങ്ങളെല്ലാം കൂടെ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതെങ്ങനെ ശരിയാകുന്നത് എന്നിവർ. അതുകൊണ്ടാണ് ഇവിടുത്തെ ചില മതഗ്രന്ഥങ്ങളൊക്കെ അവർ അവകാശപ്പെടുന്നത് നേരിട്ട് റെഡിമെയ്ഡായിട്ട് ബോധം കെടുത്തിയിട്ട് ചെവിയിലോട്ട് ഊതി കൊടുത്തതാണ്. ദൈവാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെ അല്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. വ്യക്തിത്വത്തെ ആദരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമുക്ക് സുബോധമുണ്ട്. ഇത് സുബോധത്തിന്റെ ആത്മാവ്, വെളിവുകേടിന്റെ ആത്മാവല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ ഒക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവോട് മത്സരിക്കാൻ ഒക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവോട് ചെറുത്തു നിൽക്കാൻ ഒക്കുന്നത്. അറിയത്തില്ലേ? അതുകൊണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ സമർപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവിന്റെ മേൽ പ്രവർത്തിക്കും. സ്തോത്രം. അവൻ നമ്മുടെ വ്യക്തിത്വത്തെ ആദരിക്കുന്നു. എന്തൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. അടുത്തെന്ന് പറയുമ്പോൾ ദേഷ്യം വരില്ലേ? 17 വയസ്സുള്ള ഒരു പെങ്കൊച്ച് 77 വയസ്സുള്ള ഒരു അമ്മച്ചിയോട് മകളേ എന്ന് വിളിച്ച് പറയുന്നു. 12 വയസ്സുള്ള ഒരു കുഞ്ഞ് ചെക്കൻ 80 വയസ്സുള്ള അപ്പച്ചോട് മകനേ എന്ന് വിളിച്ച് പറയുന്നു. എന്തോ ആത്മാവാ ബാധിക്കപ്പെട്ടോ? ഞാനിരിക്കും ഒരു കുഞ്ഞിനോട് എടി മോളെ നിനക്ക് കുഞ്ഞിന് ബോധം കെട്ടായിരുന്നോ? ഇല്ലങ്കിള് എന്താ ചെയ്യുന്നറിയാം. പിന്നെ ആ അമ്മച്ചിയോട് പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ നീ എന്തോ വിളിച്ചത്? അമ്മച്ചി. അയ്യോ അമ്മച്ചി എന്നായിരുന്നു വിളിച്ചേ? മകളേന്ന്. ആദ്യം തന്നെ ആയിരുന്നു. അയ്യോ ദൈവാത്മാവല്ലയോ പറയുന്നേ. അപ്പൊ നീ ബോധം കെട്ട് കിടക്കുമായിരുന്നോ? എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? പൊസഷൻ ഇല്ല.